ഹലോ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് എല്ലാവർക്കും പരിചയമായിട്ടുള്ള ഒരു റെസിപ്പിയാണ് ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത്. അതിന് മുന്നേ എല്ലാവർക്കും ഷൈന കുക്കിങ്ങിലേക്ക് സ്വാഗതം. അപ്പോൾ എന്താണെന്നല്ല ഇന്നത്തെ റെസിപ്പി, വേറെ ഒന്നുമല്ല, മയോണീസാണ്. അപ്പോൾ നമുക്ക് തയ്യാറാക്കാനായിട്ട് ഒരു ജാർ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു മുട്ട ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഞാനിപ്പോൾ ഇവിടെ ഒരു മുട്ട ഫുള്ളായിട്ട് എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് നിങ്ങളുടെ മയോണീസ് വൈറ്റ് കളറിലാണ് വേണ്ടത് എന്നുണ്ടെങ്കിൽ മുട്ടയുടെ വൈറ്റ് മാത്രം എടുക്കുക. അല്ലാണ്ടെങ്കിൽ ഒരു ലൈറ്റ് യെല്ലോ ഷെയ്ഡാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ മുട്ട ഫുള്ളായിട്ട് എടുക്കാം. അത് ജാറിലേക്ക് ഇട്ട് കൊടുക്കുക. അതിലേക്ക് 2 അല്ലി വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. ഇനി അല്പം, വളരെ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുക. കുറച്ച് വിനാഗിരിയും കൂടി ചേർത്ത് കൊടുക്കുക. ഇനി ഇത് നന്നായിട്ട് നമുക്കൊന്ന് അടിച്ചെടുക്കണം. നന്നായിട്ട് 2-3 മിനിറ്റ് അടിച്ചെടുക്കരുത്. അതിനുശേഷം നമുക്കിത് തുറന്നിട്ട് ഇതിലേക്ക് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ ഓയിൽ ഫുള്ളായിട്ട് ഒഴിക്കരുത്, അല്പം ഒഴിച്ച് അടിച്ച് വീണ്ടും ഒഴിച്ച് അങ്ങനെ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യത്തിനുള്ള തിക്നെസ് ആവണ വരെ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചിട്ട് അടിച്ചെടുക്കാം. ഞാനിപ്പോൾ ഇവിടെ 1/2 കപ്പിൻ്റെ മുകളിൽ സൺഫ്ലവർ ഓയിൽ എടുത്തിട്ടുണ്ട്. അത്യാവശ്യം തിക്നെസ് വേണം, അപ്പോൾ അതുകൊണ്ട് 1/2 കപ്പിന് മുകളിലായിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ ആദ്യം 1/2 കപ്പ് ഒഴിച്ചിട്ട് നമ്മൾ അടിച്ചെടുക്കുന്നുണ്ട്. എന്നിട്ട് നോക്കിയിട്ട് തിക്നെസ് നോക്കിയിട്ട് വീണ്ടും വേണമെങ്കിൽ ചേർക്കുക, ഇല്ലാണ്ടെങ്കിൽ ചേർക്കേണ്ട ആവശ്യമില്ല. നമ്മൾ 1/2 കപ്പ് ഒഴിച്ചതിന് ശേഷം നമ്മളൊന്ന് നോക്കുന്നുണ്ട്. കുറച്ചും കൂടി തിക്നെസ് ആവശ്യമുണ്ട്. അപ്പോൾ 2 സ്പൂണും കൂടെ എക്സ്ട്രാ ഓയിൽ ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ 2 സ്പൂൺ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി വീണ്ടും അടിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ഷോപ്പിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന അതേ ടേസ്റ്റിലുള്ള മയോണീസ് ഇവിടെ തയ്യാറായിട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്തിട്ട് എങ്ങനെയുണ്ടെന്ന് കമൻറ്റ് ചെയ്യണം. ഇഷ്ടമായാൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നമ്മളിത് വേറെ പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ ഫ്രണ്ട്സ്. താങ്ക് യു.